ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പ്ലേസ് അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അടിപൊളി ചെടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗപ്പീസ് വളർത്താൻ വേണ്ടി ഇവിടെ കുറേ ടാങ്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു വലിയ ടാങ്കാണിത്. ഇതിൽ കുറച്ച് പൊത്തേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയായതുകൊണ്ട് വെള്ളം ഇങ്ങനെ നിൽപ്പുണ്ട്. കുറച്ച് മീൻ വിട്ട് ഞാൻ കൂത്താടി വരാതിരിക്കാൻ വേണ്ടി ബാക്കി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിന് നമുക്കിനി വില കുറച്ച് നമ്മൾ 1 രൂപയ്ക്ക് ഗപ്പി വിറ്റുകൊണ്ടിരുന്ന പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇതും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ വന്ന കാര്യം, ഓക്കെ, അപ്പോൾ തമ്പനിയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ മാംഗ്രൂവ് ഫോറസ്റ്റിൽ നമ്മൾ സുന്ദരി എന്ന ഒരു വെറൈറ്റി പെടുന്ന കണ്ടൽക്കാട് മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിലെ മെയിൻ പ്ലാന്റ് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്ലാന്റ്. കണ്ടോ, നല്ല വലിയ പ്ലാന്റാണ്. സോ ഇത് ആരും മോഷിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റ് നമ്മുടെ ക്യാമറ ഫോക്കസിങ് മെയിൻ ഏരിയ തന്നെയാണ് ഞാൻ വച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇവിടെ ഒന്നും ഇത് കാണാറില്ല. ഞാൻ വലിയ അക്വേറിയങ്ങളിലോ നമ്മളിപ്പോൾ ഏതെങ്കിലും ചെടി വാങ്ങാൻ പോകുന്ന സ്ഥലങ്ങളിലോ നമ്മൾ നോക്കിയാലും കാണാൻ കഴിയില്ല. ഇവിടെ നിറച്ച് ചീവീടായതുകൊണ്ട് ഭയങ്കര ശബ്ദമാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് പോകും വരും. ഇതിൽ ന്യൂമാറ്റോ ഫോഴ്സിൻ്റെ അതിൻ്റെ വേരിൻ്റെ അംശം കണ്ടത്. എന്നാൽ വെള്ളത്തിൽ തന്നെ അതിന് വേര് വരുമല്ലോ, അതാണ് കണ്ടത്. ഇവിടെ നമ്മൾ അല്പം ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഒടിഞ്ഞോണ്ട് പോവില്ല. അവിടെ കണ്ടല്ലേ വെള്ള ഡോട്ട്സ് വരുന്നുണ്ട് ഇങ്ങോട്ട് താഴോട്ട്. ഓക്കെ, അത് അതിൻ്റെ ആ വേരിൽ നിന്ന് പറഞ്ഞാൽ പുറത്ത് വേര് വഴി ശ്വസിക്കുന്ന ഒരിതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ചുകൂടെ പൊങ്ങി വരും. അതിൻ്റെ വേര് ഇവിടെ മുകളിലോട്ടൊക്കെ ഇനി വരും. ഞാനിപ്പോൾ ഇത് ഇറക്കി വെച്ചതേ ഉള്ളൂ വെള്ളത്തിനകത്തേക്ക്. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഇതിനെ വളർത്തി ഒരു വലിയ പ്ലാന്റ് പോലെ ഇവിടെ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇത് അവിടെ ഒട്ടും വെയിലില്ലാത്ത പ്ലേസിലിരുന്നു. ഇപ്പോൾ വച്ച പ്ലേസിന് വലിയ വെയിലില്ല, എന്നാലും അത്യാവശ്യം ഒരു വെയിൽ കിട്ടുന്ന ഒരു ഏരിയ തന്നെ വച്ചിട്ടുണ്ട്. കാരണം നല്ല വെയിലുള്ള പ്ലേസിൽ എൻ്റെ ആമ്പലേക്ക് ആവശ്യമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു കളക്ഷൻ എന്നുള്ള രീതിയിൽ സുന്ദരി മാംഗ്രൂവ് കുട്ടൻ, ഓക്കെ, മാംഗ്രൂവ് ഫോറസ്റ്റിൽ നമ്മുടെ കണ്ടൽക്കാടുകൾ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള വളരുന്നൊരു ചെടിയാണ്. ഈ ചെടിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ ചെടി നിൽക്കുന്നതിൻ്റെ അടിഭാഗത്ത് പലതരത്തിലുള്ള വേരുകൾ കൊണ്ട് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് മീനെയൊക്കെ കാണാൻ രീതിയിൽ താമസിക്കാൻ വേണ്ടി പറ്റിയൊരു എക്കോസിസ്റ്റം ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഇനി വേറെ പാമ്പൊന്നും വന്നിരിക്കരുതെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അതൊന്നും വന്നിരിക്കില്ലായിരിക്കുമെന്ന് വിശ്വസിക്കാം. സോ കയ്യിലുമ്പോഴൊക്കെ സൂക്ഷിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ല വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇതിനകത്ത് പ്ലാന്റ്സിനെ കൊണ്ട് തിക്ക് ഗ്രോത്ത് ആക്കും. ഞാൻ കൊക്ക് വന്നിരുന്ന വേറെ മീൻ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ സെറ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇതിലെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കണ്ടൽക്കാടിൻ്റെ ചെടി വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അത്യാവശ്യം എമൗണ്ട് ആവും ഈ ചെടിക്ക്, കാരണം നമ്മളിപ്പോൾ തരാൻ വേണ്ടി കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. ബൈ ബൈ.